യുവാക്കൾക്കിടയിൽ ഏറ്റവും ആരാധകരുള്ള ഇരുചക്രവാഹന നിർമ്മാതാക്കളായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് റെട്രോ ക്ലാസിക് മോട്ടോർ സൈക്കിൾ നിർമ്മാതാക്കളായ റോയൽ എൻഫീൽഡ്. ബുള്ളറ്റ്, ക്ലാസിക്, മീറ്റിയോർ തുടങ്ങിയവയോടൊപ്പം ഹണ്ടർ, ഹിമാലയൻ, സ്ക്രാം, ഗറില്ല, ഇന്റർസെപ്റ്റർ, കോണ്ടിനെന്റൽ GT തുടങ്ങിയ മോഡലുകൾ കൂടി അണിനിരുന്നതോടെ വാങ്ങാൻ ആളുകളും കൂടി. പുതുവർഷത്തോടനുബന്ധിച്ച് ഗറില്ല 450 നിയോ റെട്രോ റോഡ്സ്റ്റർ ബൈക്കിലേക്ക് ചില മാറ്റങ്ങളുമായി എത്തുകയാണ് റോയൽ എൻഫീൽഡ്. ന്യൂജൻ ഹിമാലയൻ 450 ജനങ്ങൾ ഏറ്റെടുത്തതോടെ 450cc പ്ലാറ്റ്ഫോമിനെ അടിസ്ഥാനമാക്കി കമ്പനി പണി കഴിപ്പിച്ച മോഡലായിരുന്നു ഇത്. വലിയ രീതിയിൽ ശ്രദ്ധ നേടിയിട്ടുണ്ടെങ്കിലും കാര്യമായ രീതിയിൽ വിൽപ്പനയൊന്നും മോട്ടോർ സൈക്കിളിന് സ്വന്തമാക്കാൻ കഴിഞ്ഞില്ല എന്നതാണ് സത്യം. നിലവിലുള്ള പോരായ്മകളെല്ലാം പരിഹരിച്ച ഗറില്ല 450യുടെ 2026 മോഡൽ പുറത്തിറക്കാനാണ് ഇപ്പോൾ റോയൽ എൻഫീൽഡ് തയ്യാറെടുക്കുന്നത്. 2026 മാർച്ച് അവസാനം ചില പരിഷ്കാരങ്ങളോടെ ഗറില്ല നിരത്തിലെത്തുമെന്നാണ് റിപ്പോർട്ടുകൾ. കഴിഞ്ഞ കുറച്ചു കാലമായി 350cc വിഭാഗത്തിൽ ആധിപത്യം സ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിലും 450cc സെഗ്മെന്റിലുള്ള മോട്ടോർ സൈക്കിളുകളിൽ റോയൽ എൻഫീൽഡിന് സമാനമായ വിജയം കണ്ടെത്താനായിട്ടില്ല. അതിനൊരു മാറ്റമായി തങ്ങളുടെ ഏറ്റവും താങ്ങാനാവുന്ന വിലയുള്ള 450cc മോഡലായ ഗറില്ല 450 റോഡ്സ്റ്ററിനെ കൂടുതൽ ആകർഷകമാക്കാനാണ് റോയൽ എൻഫീൽഡ് തീരുമാനിച്ചിരിക്കുന്നത്. ഈ അപ്ഡേറ്റോടെ 2026 ഗറില്ല 450 മുമ്പത്തേക്കാൾ മികച്ച നിർദ്ദേശമായി മാറിയേക്കും. ഹണ്ടറിൽ ചെയ്തതുപോലെ റിയർ സസ്പെൻഷൻ പുതുക്കി പണിതേക്കാമെന്നാണ് സൂചന. ഗറില്ലയുടെ റിയർ സസ്പെൻഷൻ സംബന്ധിച്ച് നിരവധി ഉപയോക്താക്കൾ പരാതികൾ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. ഇതോടൊപ്പം അപ്സൈഡ് ഡൗൺ ഫ്രണ്ട് ഫോർക്കുകളും റോയൽ എൻഫീൽഡ് വാഗ്ദാനം ചെയ്തേക്കാമെന്ന അഭ്യൂഹങ്ങളും നിലവിലുണ്ട്. മികച്ച ഹാൻഡ്ലിംഗ് വാഗ്ദാനം ചെയ്യുന്ന ബൈക്ക് ഈ ഒരു നവീകരണം ലഭിക്കുന്നതോടെ കൂടുതൽ ആകർഷകമാകും. ഇതല്ലാതെ മോട്ടോർ സൈക്കിളിന് മറ്റ് നവീകരണങ്ങളൊന്നും ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല. ഹിമാലയനിലെ അതേ 452cc സിംഗിൾ സിലിണ്ടർ ലിക്വിഡ് കൂൾഡ് ഷെർപ്പ 450 എഞ്ചിനാണ് ഗറില്ലയുടെയും ഹൃദയം. സ്ലിപ്പർ അസിസ്റ്റ് ക്ലച്ചുള്ള 6 സ്പീഡ് ഗിയർ ബോക്സുമായി ജോഡിയാക്കിയിരിക്കുന്ന എഞ്ചിന് 40 bhp കാര്യത്തിൽ 40 Nm ടോർക്ക് വരെ ഉൽപ്പാദിപ്പിക്കാനാകുമെന്നാണ് കമ്പനി പറയുന്നത്. റൈഡ് ബൈ വയർ ത്രോട്ടിൽ, ഗൂഗിൾ മാപ്സ്, മ്യൂസിക് കൺട്രോൾ തുടങ്ങിയ ഫീച്ചറുകളും ഈ ബൈക്കിലുണ്ട്. വൃത്താകൃതിയിലുള്ള LED ഹെഡ്ലൈറ്റുകൾ, റൗണ്ട് ട്രിപ്പർ ഡാഷ്ബോർഡ്, റൗണ്ട് വിംഗ് മിററുകൾ, ടേൺ ഇൻഡിക്കേറ്ററുകളിലേക്ക് സംയോജിപ്പിച്ചിരിക്കുന്ന LED ടെയിൽ ലൈറ്റുകൾ, ക്ലാസിക് ഫ്യൂൽ ടാങ്ക് ഡിസൈൻ, അലോയ് വീലുകൾ, സിൽവർ ബൈ സ്റ്റൈലിഷ് ബോഡി പാനലുകൾ എന്നിവയാണ് റോയൽ എൻഫീൽഡ് ഗറില്ലയിലെ മറ്റ് പ്രത്യേകതകൾ. 2134 mm നീളവും 834 mm വീതിയും 1115 mm ഉയരവുമുള്ള മോട്ടോർ സൈക്കിളിന് 1491 mm വീൽ ബേസ് നീളവും 183 കിലോഗ്രാം ഭാരവുമാണുള്ളത്. മെക്കാനിക്കൽ വശങ്ങളിലേക്ക് വരികയാണെങ്കിൽ നിലവിൽ സസ്പെൻഷനായി മുൻവശത്ത് പരമ്പരാഗത രീതിയിലുള്ള ഫ്രണ്ട് ഫോർക്കുകളും പിന്നിൽ ഒരു മോണോഷോക്ക് സജ്ജീകരണവുമാണ് ഗറില്ലയിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ബ്രേക്കിംഗിലേക്ക് വരുമ്പോൾ 2 പിസ്റ്റൺ കാലിപ്പറുകളുള്ള മുൻവശത്ത് 310 mm ഡിസ്കും പിന്നിൽ 270 mm ഡിസ്കും സിംഗിൾ പിസ്റ്റൺ കാലിപ്പറുമാണ് ബ്രേക്കിംഗ് സെറ്റപ്പിനായി ഉപയോഗിക്കുന്നത്. ഇവ കൂടാതെ ഡ്യുവൽ ചാനൽ ABS-ഉം സ്റ്റാൻഡേർഡായി നൽകിയിട്ടുണ്ട്.